ഈ മാറ്റം ട്രോളുകളിലൂടെ ആഘോഷിച്ചവർക്കും വന്ന് കാണാം. യു-ടേൺ ഉദ്ഘാടനം ചെയ്യുകയാണെന്നുള്ളത് കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തേക്കും പോയിരുന്നല്ലോ. യഥാർത്ഥത്തിൽ IBM ഉൾപ്പെടെയുള്ള കമ്പനികളുടെ ഉദ്ഘാടനം നടക്കുന്ന വാർത്തകളെല്ലാം ഫേസ്ബുക്കിൽ കൊടുത്തുകൊണ്ടിരുന്ന നാടുകളിലാണ്. ഫേസ്ബുക്കിൽ പോലും നൽകാതിരുന്ന ഒന്നെടുത്തിട്ട് മാധ്യമങ്ങളും ചില സോഷ്യൽ മാധ്യമങ്ങൾ അതുപോലെ തന്നെ ചില പ്രത്യേക താല്പര്യക്കാരെല്ലാം ട്രോളുകളാകെ ഇറക്കിയിരുന്നു. എന്നാൽ കളമശ്ശേരി മേഖലയിലൂടെ സഞ്ചരിച്ച എല്ലാവരുടെയും സന്തോഷം ഇപ്പോൾ ഇവിടെയും കാണാൻ കഴിയും. ഏറെക്കാലമായി വർഷങ്ങളായി സീപോർട്ട് എയർപോർട്ട് റോഡിലെ വലിയ ഗതാഗത കുരുക്ക്, എറണാകുളം ഭാഗത്ത് എയർപോർട്ടിലേക്ക് പോകുന്നവർ, അതുപോലെ ആലുവ ഭാഗത്ത് എറണാകുളത്തേക്ക് പോകുന്നവർ എല്ലാവരും മണിക്കൂറുകളോളം കുരുക്കിൽ കിടക്കേണ്ടി വന്നിരുന്നു. അതിനൊരു പരിഹാരം, ശാശ്വതമായ പരിഹാരം സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ പൂർത്തീകരണമൊക്കെയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് പരിഹാരം കാണാൻ കഴിയുക? അങ്ങനെയാണ് സമഗ്രമായൊരു പദ്ധതി പൈലറ്റായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി വിപുലമായ റൗണ്ട് സംവിധാനത്തിലേക്ക് HMT ജംഗ്ഷൻ മാറി. സീപോർട്ട് എയർപോർട്ടിലോടുള്ള യു-ടേണുകൾ കുറേ ഉണ്ടായിരുന്നു, അതെല്ലാം അടച്ചു. വണ്ടികളെല്ലാം സിഗ്നലുകൾ മാറ്റി പൂർണ്ണമായിട്ട് സിഗ്നൽ ഇല്ലാതെ, പരൂരിൽ നിന്ന് ആലുവ വരെ സിഗ്നൽ ഇല്ലാതെ പോകാൻ കഴിയുന്ന സംവിധാനം കൊണ്ടുവന്നു. ഇവിടുത്തെ അടിയിലൂടെ ഒരു പുതിയ യു-ടേൺ ഇപ്പോൾ ആരംഭിച്ചു. അപ്പുറത്തൊരു യു-ടേൺ തുടങ്ങി. എടപ്പള്ളിയിൽ നേരത്തെ ഉണ്ടായിരുന്ന യു-ടേൺ ഇടുങ്ങിയ സ്ഥലത്തായിരുന്നെങ്കിൽ അത് മാറ്റി വീതി കൂടിയ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരും ഒരേപോലെ നിന്നു. വ്യാപാരി സമൂഹം, ബസ് ഡ്രൈവർമാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർ, മുനിസിപ്പാലിറ്റി, ട്രാൻസ്പോർട്ട് അതോറിറ്റി, പോലീസ്, KSEB, വാട്ടർ അതോറിറ്റി എല്ലാവരും ചേർന്ന് നിന്നു. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ KSEBയുടെ പോസ്റ്റാണ് മണിക്കൂറുള്ള ഗതാഗത തടസ്സം ഉണ്ടാക്കിയിരുന്നത്, അത് മാറ്റി. അങ്ങനെ വളരെ സൂക്ഷ്മമായി നടത്തിയ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നടത്തിയ മാറ്റം. പിന്നെ അതിന് സാമ്പത്തിക ചെലവ്, സർക്കാരിൻ്റെ 1 രൂപ പോലും സാമ്പത്തിക ചെലവില്ലാതെ അതാത് പ്രദേശത്തെ സ്ഥാപനങ്ങൾ അവരുടെ സഹകരണത്തോടുകൂടി മോഡിഫിക്കേഷനുകൾ വരുത്തി. ഇപ്പോൾ 1 മിനിറ്റ് പോലും കാത്തുകെട്ടി കിടക്കാതെ പോകാൻ കഴിയുന്ന സാഹചര്യം വന്നു. വളരെ അപൂർവമായി തിങ്കളാഴ്ചകളിൽ മാത്രം ചിലപ്പോൾ ആലുവ എറണാകുളം ഭാഗത്ത് സ്ലോ മൂവ്മെൻറ്റ് വരുന്നു എന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തും സുഗമമായി മാറി. മണിക്കൂറുകളോളം കാത്തുകെട്ടിക്കിടക്കേണ്ട അവസ്ഥ മാറി. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ബഹിർഗമനത്തിൽ 97-ൽ നിന്ന് 34-ലേക്ക് ഇപ്പോൾ കുറഞ്ഞു. 7 ലിറ്റർ വരെ ഡീസൽ ലാഭിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ നല്ല മാറ്റമുണ്ടായി, സമയ ലാഭമുണ്ടായി. എല്ലാവരും നൽകിയ പിന്തുണ അത് പ്രധാനപ്പെട്ടതാണ്. ഈ മാറ്റം ട്രോളുകളിലൂടെ ആഘോഷിച്ചവർക്കും വന്ന് കാണാം. നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്നു എന്നറിയാൻ സൗകര്യപ്രദമാണ്. ഇത് എൻ്റെ മണ്ഡലമായതുകൊണ്ട് എന്ന് മാത്രമല്ല, ഇതിലൂടെ സഞ്ചരിക്കുന്നത് കേരളത്തിലും പുറത്തുമുള്ള മുഴുവൻ ആളുകളുമാണ്. അവർക്ക് കൂടി സഹായകരമാണ്. അതാണ് ഈ പരിഷ്കാരങ്ങളുടെ ഭാഗമായി വന്നിട്ടുള്ള കാര്യം.